2005 പ്ലൂട്ടോവിനേക്കാൾ കുറച്ച് വലിപ്പവും പിണ്ഡവും കൂടിയ ഒരു KBOയെ കണ്ടെത്തി. ഐറിസ് എന്നാണ് ഇതിനിട്ടിരിക്കുന്ന പേര്. ഇത് ജ്യോതിശാസ്ത്രജ്ഞരുടെ ഇടയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായി. ഐറിസിനെ 10ാമത്തെ ഗ്രഹമാക്കണോ അതോ ഗ്രഹങ്ങൾ എന്താണെന്ന് പുനർനിർവചിക്കണോ എന്ന് അവർ സംശയത്തിലായി. 2ാമത്തെ വഴിയാണ് അവർ സ്വീകരിച്ചത്. അവരുടെ പുനർനിർവചന പ്രകാരം ഒരു ഖഗോള വസ്തുവിന് ഗ്രഹമാകണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. അതിലൊന്നാമത്തേത് സൂര്യന് ചുറ്റും മാത്രം സഞ്ചരിക്കണം. 2 അതിന് വേണ്ടത്ര ഗുരുത്വാകർഷണ ബലം ഉണ്ടായിരിക്കുകയും അതുകാരണം ഗോളാകൃതി നേടുകയും വേണം. 3 അത് അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് മറ്റു വസ്തുക്കളെ ഒഴിവാക്കണം. അതായത് അതിൻ്റെ ചുറ്റുവട്ടത്തിലെ സ്പേസിൽ വലിയ വസ്തുക്കൾ ഉണ്ടാകരുത്, പക്ഷേ ഉപഗ്രഹങ്ങൾ ഉണ്ടാകാം. 3ാമത്തെ നിബന്ധനയാണ് പ്ലൂട്ടോ തെറ്റിച്ചത്. പ്ലൂട്ടോവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം 19,600 കിലോമീറ്റർ ദൂരത്തിൽ ഷാരോൺ എന്നൊരു KBO ഉണ്ട്. രണ്ടും വലം വയ്ക്കുന്ന കേന്ദ്രബിന്ദു പ്ലൂട്ടോവിന് പുറത്താണ്, അകത്തല്ല. അതിനാൽ ഷാരോൺ ഒരു ഉപഗ്രഹമാണെന്ന് പറയുക പ്രയാസമാണ്. ഇതുകാരണമാണ് പ്ലൂട്ടോ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ശേഷം പ്ലൂട്ടോവിനെ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി.